അങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ടായിട്ടില്ല. അവരോട് നമ്മുടെ നാട്ടുകാർ ശക്തമായിട്ട് പ്രതിഷേധം മുന്നോട്ട് പോകും. ഇത് തട്ടിക്കൂട്ടിക്കാണ്ടാണ് ഇതിങ്ങനെ മുഴുവനാക്കാണ് പരിപാടിയെങ്കിൽ അത് നാട്ടുകാർ ഒരു നിലക്കും പോലീസാണ് എത്തിയത്. തിരൂരങ്ങാടി പോലീസ് വേങ്ങര പോലീസ് ഫയർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ ഫയർ സ്റ്റേഷൻ താനൂരിൽ ഇവിടെ എത്തിയിട്ട് പോലും നമ്മളെ അടുത്തുള്ള ഇവിടെ ഇതിന്റെ ഒരു ആൾക്കാർ ഇന്ന് വരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിന്റെ മേലെ ഒരു ഭീകരത നിങ്ങൾക്ക് മനസ്സിലാണ്. ഇതിന്റെ മേലെ പോയി നോക്കണം. 3 ബൈക്കും ഒരു JCB ഒന്നായിട്ട് ഉള്ളിലേക്ക് പോയിരിക്കണം. ഇതിന്റെ മേൽക്കൂടെ ആയിരുന്നു വണ്ടി പോയിരുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ മേൽക്കൂടെ വണ്ടി കയറ്റി വിട്ടുകൊണ്ടാണ് ഈ സർവീസ് റോഡിൽ അപകടത്തിൽ നിന്ന് ഒഴിവായത്. നേരത്തെ ആ 2 സർവീസ് അവിടെ മേലുള്ള റോഡുകളും 6 വരെ പാത മൊത്തം താഴ്ന്ന് വിണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റില്ല. നമ്മൾ ആദ്യം മേൽക്കൂടെ ഭാഗത്തൂടെ പോയത് റോട്ടിൽ അതാണ് അവസ്ഥ. നമ്മൾ ഈ ഭീകരത കാണണം. മേലെ വലിയൊരു ഭൂകമ്പം ഉണ്ടാവായിരിക്കും. അതാണ് ഏകദേശം ഒരു 2 ഇവിടെ അടിയിൽ നിൽക്കുമ്പോൾ അതിന്റെ മേലുള്ള അവസ്ഥയാണ്. ഒന്നായിട്ട് അടിയിലേക്ക് ആ മണ്ണ് ഒന്നായിട്ട് അടിയിലേക്ക് അവിടെ കടന്നു പോയിരിക്കുന്നു. ആ സൈഡിൽ കൂടെ വാഹനം കടത്തി വിടുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെ ആ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ആ സൈഡ് ആ ഭാഗം ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് മണ്ണൊക്കെ ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്ത് ആ മണ്ണാണ് ഈ പാടത്തേക്ക് ഒന്നായിട്ട് അടിയിൽ കൂടെ വന്നിട്ടുള്ളത്. ആ ഭാഗമാണ് ഇടിഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് വിണ്ടേറിയത് 2 സൈഡിലേക്ക് വിണ്ടേറിയിട്ടുണ്ട്. അത് ആ ഭാഗം മാത്രമല്ല അപകടമുള്ളത്. ഇതിന്റെ ഈ സൈഡ് വരെ ഈ തല വരെ വിണ്ടേറി വന്നിട്ടുണ്ട്. അത് നമ്മുടെ മേലെ പോയാൽ നമുക്ക് മനസ്സിലാവും. മേൽഭാഗം പോകണം. മേൽഭാഗം കാണണം. നിങ്ങൾ കാരണം എന്തുണ്ടെങ്കിൽ ഈ സൈഡിൽ കൂടി വാഹനം പോകാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ വാഹനം ഇപ്പൊ നിങ്ങൾ മേലെ പോയിട്ടുണ്ടെങ്കിൽ JCB 2-3 ബൈക്കും ഒക്കെ ഒന്നായിട്ട് അതിലും വീണ് കിടക്കുകയാണ്. നമുക്ക് കവർ ചെയ്യണം. അവിടുത്തെ മേലത്തെ അവസ്ഥ മേലുണ്ടാവും. ആ ക്യാമറക്കാരനെ പോന്ന കുറെ നമ്മളെ കേരള സർക്കാർ അത് മേലാണെങ്കിൽ 1.5 അടിന്റെ അങ്ങനെ ആണെങ്കിൽ എത്തിക്കിട്ടുണ്ടേ ഞാൻ രാത്രി നോക്കിട്ട് വിളിക്കണം. ബ്ലോക്ക് മാറ്റി ഈ സമരം കണ്ടുപിടിച്ചില്ലെങ്കിൽ സമരത്തിന്റെ കോലം മാറും. സമരത്തിന്റെ ഭാവം മാറും. അത്രയുള്ള ഒരു പ്രദേശത്തെ വെറും 3-4 ഓവുചാല മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിലുള്ള അശാസ്ത്രീയത ശരിക്കും ഇവിടെ നാട്ടുകാർ തുടക്കത്തിൽ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അതിൻ്റെ
ഭീകരത അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടും അവർ വേണ്ട രീതി നടപടിക്രമം ഒന്നും എടുത്തിട്ടില്ല. അതിനെതിരെയാണ് നാട്ടുകാരുടെ ഈ ഒരു പ്രതിഷേധം. തീർച്ചയായിട്ടും ഇത് നല്ലൊരു പാഠമാണ്. കാരണം മഴയുടെ തുടക്കം തന്നെ ഈ ഒരു രൂപത്തിലാണെങ്കിൽ ഇനി മഴ 6 മാസം 7 മാസം തുടർച്ചയായി നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും ഇന്നൊരു പ്രശ്നം ഇല്ലാതെ രക്ഷപ്പെട്ടത് ദൈവത്തിന്റെ കൃപ മാത്രമാണ് ഈ നാട്ടുകാർക്ക്. ഫ്ലൈ ഓവർ പിടിച്ചല്ലാത്ത ഒരു അധികാരികൾ തരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ സമരം അല്ലാത്ത പക്ഷം ഈ സമരം വലിയ രീതിയിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് വഴിമാറുമെന്ന് അധികാരികൾ മുൻപാകെ പാലം കാര്യമില്ല, കൃത്യമായ ഉറപ്പുമാണ്. എല്ലാവരുമായി സംസാരിച്ചു. പ്രോജക്ട് എഞ്ചിനീയർ നാളെ തന്നെ ഇത് വന്ന് പരിശോധിക്കുന്നതും നാളെ ഈവനിങ്ങിന് മുമ്പായിട്ട് MLA അടക്കമുള്ള ജനപ്രതിനിധികളുമായിട്ട് സംസാരിക്കുന്നതിന് തീരുമാനമെടുക്കാൻ നാളെ ആദ്യമെങ്കിലും പ്രോജക്ട് എഞ്ചിനീയർ എത്തും. ഇപ്പോഴത്തെ പരിശോധനയിലും കാര്യമായ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് തീരുമാനം എടുക്കാമെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ ഈ വാക്ക് ലംഘിക്കപ്പെട്ടാൽ നാളെ ഇതിനേക്കാളും വലിയ ജനകീയ പ്രക്ഷോഭം നേരിടേണ്ടിവരുമെന്ന താക്കീതോടുകൂടി നമ്മൾ അവസാനിക്കാം.